ഇപ്പോൾ ഫോർത്ത് മൊഡ്യൂൾ DMEയുടെ വെൽഡഡ് ജോയിൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതിൻ്റെ ബാക്കി പ്രോബ്ലംസും കുറച്ച് കേസസും കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് വെൽഡഡ് ജോയിൻസിൻ്റെ കേസിൽ കുറേ മോഡുലസ് ജെയും ഇസഡും ഒക്കെ നമുക്ക് പ്രോബ്ലംസിൽ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ഈ സെക്ഷൻ മോഡുലസും പോളാർ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ജെയും ഒക്കെ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അതിൻ്റെ ഇക്വേഷൻസ് ആണ് ഇവിടെ നമ്മുടെ ഡേറ്റാ ബുക്കിൽ പേജ് നമ്പർ 11.3 കൊടുത്തിട്ടുണ്ട്. ഞാൻ പേജ് നമ്പർ എഴുതാൻ മറന്നുപോയി. 11.3 പറയുന്ന സംഭവങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് 11.3. സോ ആ ടേബിളാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഈ ടേബിളിൻ്റെ അകത്ത് ഇപ്പം ഇവർ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ വെൽഡിന് എപ്പോഴും ഒരു തിക്നെസ് ഉണ്ടായിരിക്കും. ഇവിടെ അവരങ്ങനെ ഒരു തിക്നെസ് ഡിനോട്ട് ചെയ്യുന്നില്ല. പ്രോപ്പർട്ടി ഓഫ് വെൽഡ് ട്രീറ്റഡ് ആസ് ലൈൻ. വെൽഡ് എന്ന് പറയുന്ന ഒരു സിംഗിൾ ലൈനാണ്, തിക്നെസ് ഇല്ലാത്ത കാര്യമായ തിക്നെസ്സുകൾ, നെഗ്ലിജിബിൾ തിക്നെസ് ഉള്ള ഒരു ലൈനായിട്ടാണ് അവർ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അവർ കൺസിഡർ ചെയ്യുന്നത് ഇങ്ങനെ ഒരു എക്സ് ലൈൻ ഉണ്ട്, അതിന് പെർപെൻഡിക്കുലറായിട്ട് വെർട്ടിക്കലായിട്ട് ഒരു വെൽഡ് വരുന്ന കേസാണ് എങ്കിൽ അവിടുത്തെ സെക്ഷൻ മോഡുലസ് എന്ന് പറയുന്നത് d²/6 ആയിരിക്കും. ഡി എന്ന് പറഞ്ഞാൽ ഈ വെൽഡിൻ്റെ ലെങ്ത്. നമ്മൾ പ്രോബ്ലത്തിലൊക്കെ ചിലപ്പോൾ L എന്നായിരിക്കും, ചില നോട്ടിലൊക്കെ L എന്നായിരിക്കും കാണുന്നത്. സോ L എന്ന് പറയുന്നതും ഈ ലെങ്ത് എന്ന് പറയുന്ന D എന്ന് പറയുന്നതും സെയിം ആണ്. സോ L²/6 അല്ലെങ്കിൽ d²/6 ആയിരിക്കും ഇങ്ങനത്തെ കേസിൽ വരുന്നത്. സോ ഇവിടെ വരുമ്പോൾ d²/6 വിത്ത് നെഗ്ലിജിബിൾ തിക്നെസ്സിലാണ്. നമ്മൾ അതിൻ്റെ തിക്നെസ്സും കൂടെ കൺസിഡർ ചെയ്യണം ഇൻറ്റു T. അപ്പോൾ Z എന്ന് പറയുന്നത് എന്തായിരിക്കും? d²/6 ഇൻറ്റു T ആയിരിക്കും. ഈ കേസിൽ വരുമ്പോൾ d²/3 എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഇൻറ്റു T എന്ന് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഇത് ആക്ച്വലി ഒരു വെൽഡിൻ്റെ കേസ് എടുക്കുന്നത് d²/6 ഇൻറ്റു T എന്ന് വരും. ഇത് രണ്ട് വെൽഡാകുമ്പോൾ ഇൻറ്റു 2 കൂടെ വരും. ഈ 2ഉം 6ഉം കൂടെ വെട്ടിയിട്ട് ലാസ്റ്റ് ഡിനോമിനേറ്റർ 3 വരും. അതാണ് അവരിവിടെ കാണിച്ചിരിക്കുന്നത്. d²/3 ഇൻറ്റു T, d²/6 ഇൻറ്റു T. എന്താണോ എടുക്കുന്നത്, ഇപ്പം വെൽഡ് ഇങ്ങനെ ഒരു ഒരു XX ലൈന് പെർപെൻഡിക്കുലറായിട്ട് ഹൊറിസോണ്ടലായിട്ടാണ് വെൽഡ് വരുന്നതെങ്കിൽ BD ഇൻറ്റു T. അങ്ങനെ ഓരോന്നിനും എന്ത് ചെയ്യുക, നമ്മൾ തിക്നെസ് Tയും കൂടെ അതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് കൊടുക്കണം. ഈ കേസസ് ഇതിൻ്റെ അകത്ത് ഓരോ കേസസ് നമുക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതാ ഇവിടെ നോക്കിയാൽ ഇങ്ങനെ ഒരു ലൈൻ ഉണ്ടാവും. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചിരുന്നു, 2 ഫില്ലറ്റ് വെൽഡും ഒരു ട്രാൻസ്വേഴ്സ് വെൽഡും വരുന്ന കേസ്. ഇങ്ങനെ ഈ ഒരു രീതിയിൽ വെൽഡ് വരികയാണെങ്കിൽ BD + d²/6 ഇൻറ്റു Tയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അങ്ങനെ എല്ലാ കേസസിലും Tയും കൂടെ അതിൻ്റെ അകത്ത് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. സോ നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പം അതും കൂടെ നോക്കുക. ഓക്കെ, ഇതാണ് ഇസഡിൻ്റെ ഇക്വേഷൻസ്. ഒപ്പം ഇതാ ഇവിടെ കൊടുത്തിരിക്കുന്ന എല്ലാം ജെയുടെ ഇക്വേഷൻസ്. d²/12 BQ + 3BD²/6 ഇതൊക്കെ ജെയുടെ ഇക്വേഷൻസ് ആണ്. സോ ജെയിൽ നമ്മൾ തിക്നെസ് ഒന്നും ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. ഇവിടെ മാത്രം ഈ വരുന്ന ഇസഡിൻ്റെ കേസിൽ മാത്രം തിക്നെസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ജെയുടെ ഇക്വേഷൻസ് അതേപോലെ തന്നെ നമുക്ക് ഡയറക്റ്റ് എടുത്തെഴുതാവുന്നതാണ്. അപ്പോൾ ഈ ഇക്വേഷൻസ് നിങ്ങൾ 11.3 പേജ് നോക്കിയിട്ട് നിങ്ങൾ പ്രോബ്ലത്തിൽ കറസ്പോണ്ടിങ് ഏത് രീതിയിലാണോ വെൽഡ് വരുന്നത് ആ പ്രോബ്ലത്തിൽ നിങ്ങൾ ഇതും കൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് അടിക്കേണ്ട കാര്യമില്ല, ഇതും കൂടെ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസം നിർത്തിയെടുത്ത് നിന്ന് തുടങ്ങാം. എക്സെൻട്രിക്കലി ലോഡഡ് വെൽഡഡ് ജോയിൻസും കൂടെ പഠിക്കാം. കഴിഞ്ഞ ദിവസം 3 കേസസൊക്കെ പഠിച്ചിരുന്നു, ടോർഷൻ്റെ കേസസൊക്കെ, ബെൻഡിങ് മൊമെൻറ്റിൻ്റെ കേസസൊക്കെ. ഇവിടെ എക്സെൻട്രിക്കൽ ലോഡിംഗ് ആയിട്ട് വരിക. എക്സെൻട്രിക് ലോഡിംഗ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന പോലെ എന്താണ്, നമ്മുടെ ഫിഗർ നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇങ്ങനെ ഒരു ഫിക്സഡ് പ്ലേറ്റ് ഉണ്ടായിരിക്കും, അതിൽ നിന്ന് എക്സെൻട്രിക് ആയിട്ട് ഒരു പ്ലേറ്റ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിൻ്റെ 2 സൈഡിൽ നമ്മൾ വെൽഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അങ്ങനെ കേസിൽ ഇവിടെ ഇങ്ങനത്തെ ഒരു കേസിൽ എക്സെൻട്രിക് ലോഡിംഗ് എന്നാണ് പറയുന്നത്. എക്സെൻട്രിക് ലോഡിംഗ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഏതെങ്കിലും ഒരു പാർട്ടിൽ നമ്മളൊരു ലോഡ് കൊടുക്കുക. അതിവിടെ നോക്കിയാൽ കാണാം, P എന്ന് പറഞ്ഞിട്ടൊരു ലോഡ് നമ്മൾ കൊടുക്കുന്നു. ഫ്രം ഈ ബേസിൽ നിന്നും E എന്ന് പറയുന്ന ഡിസ്റ്റൻസ് മാറിയിട്ടാണ് ഈ P എന്ന് പറയുന്ന ലോഡ്. അത് ഏറ്റവും ടിപ്പിലല്ല. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ചിലപ്പോൾ 20 ആയിരിക്കും, ബട്ട് ഈ P ആക്ട് ചെയ്യുന്നത് ചിലപ്പോൾ 15-ലായിരിക്കും. അപ്പോൾ എക്സെൻട്രിക് ആയിട്ടായിരിക്കും ലോഡ് കൊടുക്കുന്നതെന്ന് പറഞ്ഞത്. അപ്പോൾ E ആണ് ഡിസ്റ്റൻസ്, ലോഡ് P ആണ്. അങ്ങനെയാണ് എങ്കിൽ അവിടുത്തെ ഷിയർ സ്ട്രെസ് ടോ = P/ഏരിയ ആണ്. ഓക്കെ, മാറിപ്പോയില്ല, ലോഡ് ബൈ ഏരിയ ആണ് നമ്മുടെ സ്ട്രെസ്. ഏരിയ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്, T ഇൻറ്റു L ആണ്. ഏരിയ എന്ന് പറഞ്ഞാൽ T ഇൻറ്റു L ആണ് നമ്മൾ എടുക്കുന്നത്. T എന്ന് പറഞ്ഞാൽ 0.707 S ആണ് ആക്ച്വലി Tയുടെ വാല്യൂ. 0.707 S ആണ് Tയുടെ വാല്യൂ ഒരു വെൽഡുള്ള കേസിൽ. ഇവിടെ 2 വെൽഡുള്ളപ്പം അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് മീൻസ് 1.414 SL ആയിരിക്കും Tയുടെ വാല്യൂ. സോ ഏരിയ എന്ന് പറഞ്ഞാൽ 1.414 S ഇൻറ്റു L. സോ ഏരിയ = 1.414 S ഇൻറ്റു L. ആ ഏരിയയാണ് നമ്മൾ ടോയ്ക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. മാറിപ്പോവല്ലേ, എപ്പോഴും നിങ്ങൾ ഓർത്തോണം T ഇൻറ്റു L ആയിരിക്കും ഏരിയ. T എന്ന് പറഞ്ഞാൽ 0.707 S ആയിരിക്കും, ബട്ട് 2 വെൽഡ് ഉള്ളതുകൊണ്ട് അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ എന്തായിരിക്കും 1.414 S ഇൻറ്റു L ആയിരിക്കും ഏരിയ എന്ന് പറയുന്നത്. ടോ = P/ഏരിയ. P ആണ് ഇവിടെ ആക്ട് ചെയ്യുന്ന ആ ലോഡ്.
നെക്സ്റ്റ് വൺ സിഗ്മ ബി. സിഗ്മ ബി എന്ന് പറയുന്നത് ബെൻഡിങ് സ്ട്രെസ്സാണ്. ബെൻഡിങ് സ്ട്രെസ് ഈസ് എം ഡിവൈഡഡ് ബൈ എസ്. ബെൻഡിങ് മൊമെൻറ്റ് ഡിവൈഡഡ് ബൈ സെക്ഷൻ മോഡുലസ്. ഓക്കെ, ബെൻഡിങ് മൊമെൻ്റ് ആണ് എം, സെക്ഷൻ മോഡുലസ് ആണ് ഇസഡ്. സിഗ്മ ബി നമുക്ക് ടോയും കണ്ടുപിടിക്കണം, സിഗ്മ ബിയും കണ്ടുപിടിക്കണം. ഓക്കെ, ഇങ്ങനത്തെ എക്സെൻട്രിക് ലോഡറിൻ്റെ ലോഡിങ് വരുന്ന കേസസിലെ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ വെൽഡിങ് ചെയ്യുമ്പോൾ നമ്മൾ രണ്ട് സ്ട്രെസ്സസും കണ്ടുപിടിക്കണം. ടോ എന്ന് പറയുന്ന ഷിയർ സ്ട്രെസ്സും കണ്ടുപിടിക്കണം, സിഗ്മ എന്ന് പറയുന്ന ബെൻഡിങ് സ്ട്രെസ്സും കണ്ടുപിടിക്കണം. ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, ലോഡ് ബൈ ഏരിയ ചെയ്താൽ മതി. ഏരിയ ചെയ്യുമ്പോൾ 1.414 SL എടുക്കണം. ബെൻഡിങ് സ്ട്രെസ് എടുക്കുമ്പോൾ ബെൻഡിങ് മൊമെൻറ്റ് എം ഡിവൈഡഡ് ബൈ സെക്ഷൻ മോഡുലസ് ഇസഡ് എടുക്കണം. ഈ സെക്ഷൻ മോഡുലസ് ഇസഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിനു മുമ്പ് നമ്മൾ ഈ പറയുന്ന ഈ പേജസ് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഇതിൻ്റെ കണ്ടിന്യൂഷൻ നോക്കാം. അപ്പം ബെൻഡിങ് ഈ രണ്ട് രീതിയിലും നമ്മൾ എന്ത് ചെയ്യുക, കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞു. ടോ കണ്ടുപിടിക്കണം, സിഗ്മ കണ്ടുപിടിക്കണം. അപ്പോൾ സിഗ്മയുടെ കേസിൽ എം ബൈ ഇസഡ് ആണ്. എം എന്ന് പറഞ്ഞാൽ എന്താണ്, ലോഡ്, ആക്ട് ചെയ്യുന്ന ലോഡ് പി ആണ്, ഡിസ്റ്റൻസ് ഇ ആണ്. സോ പി ഇൻറ്റു ഇ ചെയ്താൽ മതി. ഈ പി ഇൻറ്റു ഇ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നത് ബെൻഡിങ് മൊമെൻ്റ് ആയിരിക്കും. പി ഇൻറ്റു കറസ്പോണ്ടിങ് ഡിസ്റ്റൻസ് ഇ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നത് ബെൻഡിങ് മൊമെൻ്റ് ആയിരിക്കും, പി ഇ. സോ ഇസഡ് ഈസ് ഈക്വൽ ടു, നമുക്കൊന്നും കൂടെ പുറയിലേക്ക് പോകാം. ഈ കേസിൽ എന്താണ്, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും എന്താണ് വെൽഡ് കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. സോറി, ഓക്കെ, ഇവിടെ എന്താണ് ഒരു ബോഡിയിൽ വേറൊരു പ്ലേറ്റ് വെച്ചിട്ട് ജസ്റ്റ് വെൽഡ് ചെയ്തിരിക്കുന്നു. സോ ആ കേസിൽ വരുന്നത് നമുക്ക് ഇവിടേക്ക് നോക്കിയാൽ കാണാം. ഇവിടെ എങ്ങനെയാണ് വെൽഡ് വന്നിരിക്കുന്നത്, എങ്ങനെയാണ് നമ്മുടെ ഒരു സെൻട്രൽ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും വെൽഡ്. നിങ്ങളൊന്നും കൂടെ ആ ഫിഗറിൻ്റെ അകത്തേക്ക് തന്നെ പോവുക. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇങ്ങനെ സെൻട്രൽ ആക്സിസ് ഉണ്ടായിരിക്കും. ഇവിടെയാണ് സെൻട്രൽ ആക്സിസ് ഇങ്ങനെ പോകുന്നുണ്ട്. ഓക്കെ, വെൽഡ് എന്ന് പറയുന്നത് ഇത്രയായിരിക്കും അല്ലേ. അപ്പോൾ പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും വരുന്നത്. സോ ആ കേസ് നിങ്ങൾ ഒന്നുകൂടെ നോക്കിയാൽ മനസ്സിലാവും. അവിടെ എന്താണ് വെൽഡിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ വെൽഡിൻ്റെ ലെങ്ത് എൽ അല്ലെങ്കിൽ ഡി സ്ക്വയർ ബൈ 6, അതിനെ ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഡി സ്ക്വയർ ബൈ 6 ഇൻറ്റു ടി ചെയ്താൽ മതി. ഓക്കെ, ഡി സ്ക്വയർ ബൈ 6 ഇൻറ്റു ടി, അതാണ് അവരിവിടെ എഴുതിയിരിക്കുന്നത്. ഡി സ്ക്വയർ ബൈ 6 ഇൻറ്റു ടി. ഡി സ്ക്വയർ ബൈ 6 പകരം അവർ എൽ സ്ക്വയർ ബൈ 6 എന്ന് എഴുതിയേക്കുന്നത്. എൽ സ്ക്വയർ ബൈ 6 ഇൻറ്റു ടി ആയിരിക്കും അവിടുത്തെ സെക്ഷൻ മോഡുലസ്. രണ്ടിടത്ത് ഇത് 1 2 വരുന്നുണ്ട്. സോ 2 ഇൻറ്റു എൽ സ്ക്വയർ ബൈ 6 ഇൻറ്റു ടി, അല്ലെങ്കിൽ എൽ സ്ക്വയർ ബൈ 6 ബൈ 3, എൽ സ്ക്വയർ ബൈ 3 ഇൻറ്റു ടി എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതാം. ഓക്കെ, എൽ സ്ക്വയർ ബൈ 6 ഇൻറ്റു 2 ഇൻറ്റു ടി എന്ന് എഴുതി. സോ നമുക്ക് എന്ത് കിട്ടി, സിഗ്മ ബി ഈസ് ഈക്വൽ ടു എം ബൈ ഇസഡ് ആണ്. ഇസഡ് ഇവിടെ കിട്ടി. അതേപോലെ തന്നെ എം നമുക്കറിയാം, എം ഈസ് ഈക്വൽ ടു പി ഇ ഡിവൈഡഡ് ബൈ എൽ സ്ക്വയർ ബൈ 6 ഇൻറ്റു 2 ഇൻറ്റു ടി. 6 2 കൂടെ കട്ടായിട്ട് 3 ആകും. സോ സിഗ്മ ബി ഈസ് ഈക്വൽ ടു 3 PE ബൈ എൽ സ്ക്വയർ ടി എന്നൊരു ഇക്വേഷൻ നമുക്ക് കിട്ടും. ഓക്കെ, സിഗ്മ ബി ഈസ് ഈക്വൽ ടു 3 PE ഡിവൈഡഡ് ബൈ എൽ സ്ക്വയർ ടി. അപ്പോൾ നമുക്ക് സിഗ്മ ബി കിട്ടി, ടോ കിട്ടി. സിഗ്മ ബി ഈസ് ഈക്വൽ ടു 3 PE ബൈ എൽ സ്ക്വയർ ബൈ ടി കിട്ടി. ടിക്ക് പകരം എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. 0.707 S എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ 3 ഡിവൈഡഡ് ബൈ 0.707 ചെയ്യുമ്പം 4.24 കിട്ടും. സോ സിഗ്മ ബി ഈസ് ഈക്വൽ ടു 4.24 PE ഡിവൈഡഡ് ബൈ എൽ സ്ക്വയർ എസ്. സിഗ്മ ബി ഈസ് ഈക്വൽ ടു 4.24 PE ഡിവൈഡഡ് ബൈ എൽ സ്ക്വയർ എസ്. സിഗ്മ ബി കിട്ടിക്കഴിഞ്ഞാൽ മാക്സിമം നോർമൽ സ്ട്രെസ് കണ്ടുപിടിക്കണം, മാക്സിമം ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കണം. സോ മാക്സിമം ഷിയർ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ ½ സിഗ്മ ബി പ്ലസ് 4 ടോ സ്ക്വയർ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്തത് എന്താണ്, ഈ ടോ കണ്ടുപിടിച്ചു, സിഗ്മ ബി കണ്ടുപിടിച്ചു. ഓക്കെ, അതിനുശേഷം മാക്സിമം ഷിയർ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ്റെ അടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. എന്താണ്, ½ സിഗ്മ ബി സ്ക്വയർ പ്ലസ് 4 ടോ സ്ക്വയർ. ഇനി മാക്സിമം നോർമൽ സ്ട്രെസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ½ സിഗ്മ ബി പ്ലസ് 4 ടോ സ്ക്വയർ. ഈ കിട്ടിയ ഇതേ സാധനം തന്നെയാണ്, ഇത് രണ്ടും സെയിം ആണ്. പ്ലസ് സിഗ്മ ബി ബൈ 2 കൂടെ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇക്വേഷൻസ് രണ്ടും മാറിപ്പോവാതിരിക്കട്ടെ നോക്കുക. നോർമൽ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ ഇതാണ്, സിഗ്മ ബി ബൈ 2 പ്ലസ് ½ സിഗ്മ ബി പ്ലസ് 4 ടോ സ്ക്വയർ. അപ്പോൾ ½ സിഗ്മ ബി പ്ലസ് 4 ടോ സ്ക്വയർ എന്ന് പറയുന്നത് മാക്സിമം ഷിയർ സ്ട്രെസ്. അപ്പോൾ പ്രോബ്ലം ചെയ്യുമ്പം നിങ്ങൾ ആദ്യം സിഗ്മ ബിയും ടോയും കണ്ടുപിടിച്ചതിന് ശേഷം ഈ ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കണം. ഷിയർ സ്ട്രെസ് കണ്ടുപിടിച്ചിട്ട് നോർമൽ സ്ട്രെസ് കണ്ടാൽ മതി. കാരണം നോർമൽ സ്ട്രെസ്സിൻ്റെ ഈ പ്ലസ് കഴിഞ്ഞിട്ടുള്ള ഈ വാല്യൂ എന്ന് പറയുന്നതും ഇതും സെയിം ആയതുകൊണ്ട് ഷിയർ സ്ട്രെസ് ആദ്യമേ അങ്ങ് കണ്ടുപിടിക്കുക. അതിനുശേഷം പ്ലസ് സിഗ്മ ബി ബൈ 2 കൂടെ ചെയ്താൽ നിങ്ങൾക്ക് നോർമൽ സ്ട്രെസ്സും കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ എക്സെൻട്രിക് ലോഡറിൻ്റെ ഒരു കേസിൻ്റെ പ്രോബ്ലം ചെയ്യുന്ന രീതി. മനസ്സിലായല്ലോ. എക്സെൻട്രിക് ലോഡർ വരുമ്പോൾ നമ്മൾ സിഗ്മ ബിയും ടോയും കണ്ടുപിടിക്കുക, നോർമൽ സ്ട്രെസ്സും ഷിയർ സ്ട്രെസ്സും കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്കൊരു പ്രോബ്ലത്തിലോട്ട് കിടക്കാം. എ വെൽഡഡ് ജോയിൻറ്റ് ഈസ് സബ്ജക്റ്റഡ് ടു എക്സെൻട്രിക് ലോഡ് ഓഫ് 2 kN. പി തന്നിട്ടുണ്ട് 2 kN ആണ്. ഫൈൻഡ് ദ സൈസ് ഓഫ് വെൽഡിൻ്റെ സൈസ് എസ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഇഫ് ദ മാക്സിമം ഷിയർ ഈസ് 25 MPa, ടോ തന്നിട്ടുണ്ട് 25 MPa, വെൽഡ് ലെങ്ത് ബി 40 mm,
ഡി തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എല്ല് തന്നിട്ടുണ്ട് 40 mm എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് വെൽഡഡ് ജോയിൻറ്റിങ്ങിനകത്തെ ഒരു ഫിഗറാണ് നമുക്ക് മനസ്സിലാവും. എന്താണ് 2 kN എത്ര ലെങ്ത് മാറിയിട്ട് 120 വെൽഡഡ് ജോയിൻറ്റ് സബ്ജക്ട് ടു എക്സെൻട്രിക് ലോഡ് ഓഫ് P 2 kN ആണ്. സൈസ് ഓഫ് ദ വെൽഡ് കണ്ടുപിടിക്കാനാണ് ചോദിക്കുന്നത്. ഇഫ് ദ മാക്സിമം ഷിയർ ഈസ് 25, ലെങ്ത് ഓഫ് ദ വെൽഡ് ബൈ 40 mm. ഓക്കെ, അപ്പോൾ നമുക്ക് ആ പ്രോബ്ലത്തിൻ്റെ അകത്തേക്ക് വരുമ്പം എസ് കണ്ടുപിടിക്കാൻ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. സോ എസ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ആദ്യമേ എന്ത് വേണം? എസ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് സിഗ്മ ബിയും ടോയും കണ്ടുപിടിക്കണം. കാരണം നമുക്ക് ഒന്നും കൂടെ ബാക്കിലേക്ക് ഞാൻ പോവുകയാണ്. അതായത് സിഗ്മ ബിയുടെ ഇക്വേഷൻ്റെ അകത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, സിഗ്മ ബി ഈസ് ഈക്വൽ ടു 4.24 PE/L²S എന്നാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. PE/L²S. അപ്പോൾ അതിൻ്റെ അകത്തൊരു എസ് എന്ന് പറയുന്ന ടൈം ഉണ്ട്. അപ്പോൾ സിഗ്മ ബി കിട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? എസ് കിട്ടും. അപ്പം നമ്മൾ ആദ്യം മാക്സിമം ഷിയർ കണ്ടുപിടിക്കുകയാണ്. മാക്സിമം ഷിയറിൻ്റെ ഇക്വേഷൻ ഈസ് ഈക്വൽ ടു ½ സിഗ്മ ബി സ്ക്വയർ പ്ലസ് 4τ². അപ്പോൾ ഷിയർ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. ടോ ഈസ് ഈക്വൽ ടു എത്രയാണ്? P/1.414 ആണ്. P/1.414 ആണ് കേട്ടോ. കാരണം ഒന്നുകൂടെ ബാക്കിലേക്ക് പോയി നോക്കുക, നിങ്ങൾക്ക് ഡൗട്ട് തോന്നണ്ട. ടോയുടെ ഇക്വേഷൻ ടോ ഈസ് ഈക്വൽ ടു P/ഏരിയ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏരിയ എന്ന് പറഞ്ഞാൽ 1.414 SL ആണെന്നറിയാം. സോ ടോ ഈസ് ഈക്വൽ ടു P/1.414 SL. ഓക്കെ, അപ്പോൾ അത് തന്നെ നമ്മൾ ഇവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ടോ ഈസ് ഈക്വൽ ടു P/1.414 SL. P ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട് 2 kN. സോ 2 × 10⁻³ ഡിവൈഡഡ് ബൈ 1.414 S അങ്ങനെ തന്നെ ഇടുക. L 40 mm സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ ആൻസർ 35.36 ഡിവൈഡഡ് ബൈ S എന്ന് കിട്ടും. ഓക്കെ, ഇതിനെ നമുക്ക് ഈ വാല്യൂ എല്ലാം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 35.36 ഡിവൈഡഡ് ബൈ S എന്ന് കിട്ടും. സോ ടോ ഈസ് ഈക്വൽ ടു 35.36 ഡിവൈഡഡ് ബൈ S എന്ന് കിട്ടി. നെക്സ്റ്റ് വൺ സിഗ്മ ബി കണ്ടുപിടിക്കുക. സിഗ്മ ബി ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? സിഗ്മ ബിയുടെ ഇക്വേഷൻ നോക്കുക. സിഗ്മ ബി ഈസ് ഈക്വൽ ടു എന്താണ്? 4.24 PE/L²S. 4.24 PE/L²S ആ ഇക്വേഷനാണിത്. അതിൻ്റെ വാല്യൂ എന്ത് ചെയ്യുക? 4.24 ഇൻറ്റു പി നമുക്കറിയാം 2000 ആണെന്നറിയാം, ഈ 120 ആണെന്നറിയാം, എസ് മാത്രം അൺനോൺ. സോ അത് മാത്രം അവിടെ ഇടുക, ബാക്കിയെല്ലാം കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ 636/S എന്ന് കിട്ടും. അപ്പോൾ രണ്ട് കാര്യങ്ങൾ കിട്ടി. ടോയുടെ വാല്യൂ കിട്ടി, എത്രയാണ്? 35.36/S കിട്ടി. സിഗ്മ ബിയുടെ വാല്യൂ കിട്ടി, എത്രയാണ്? 636 ഡിവൈഡഡ് ബൈ S എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് സിഗ്മ ബിയും കിട്ടി, ടോയും കിട്ടി. ഈ സിഗ്മ ബിയും ടോയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനെന്ത് ചെയ്യുക? ഇവിടുത്തെ 25 ആണ് മാക്സിമം സ്ട്രെസ് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. സോ മാക്സിമം സ്ട്രെസ് ഈസ് ഈക്വൽ ടു ½ സിഗ്മ ബി സ്ക്വയർ പ്ലസ് 4τ². അല്ലേ? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ബാക്കിലേക്ക് പോയി നിങ്ങൾക്ക് ഡൗട്ട് തോന്നാതിരിക്കാൻ പറയുകയാണ്. ഇവിടെ നമുക്ക് പറഞ്ഞിട്ടുണ്ട് ഇത് മാക്സിമം ഷിയർ ഈസ് 25 MPa എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ മാക്സിമം ഷിയറിൻ്റെ ഇക്വേഷൻ ഇതാണ്. മാക്സിമം ഷിയറിൻ്റെ ഇക്വേഷൻ ഇതാണ്. ഈസ് ഈക്വൽ ടു 25 MPa എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ½ സിഗ്മ ബി സ്ക്വയർ പ്ലസ് 4τ² ഈസ് ഈക്വൽ ടു 25 എന്ന് പറഞ്ഞു. സോ അതാണ് നമ്മളിവിടെ എഴുതിയേക്കുന്നത്. 25 ഈസ് ഈക്വൽ ടു ½ സിഗ്മ ബി സ്ക്വയർ. സിഗ്മ ബി എത്രയാണ്? 636/S. സിഗ്മ ബി സ്ക്വയർ പ്ലസ് 4τ². ഓക്കെ, ഇതിനെ സോൾവ് ചെയ്യുമ്പം 25 ഈസ് ഈക്വൽ ടു റൂട്ട് അങ്ങ് മാറ്റും 1/2 S ഇൻറ്റു 639.9 എന്ന് കിട്ടും. അത് ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടാം? 1/2 S അടുത്തുനിന്ന് S മാത്രം കണ്ടുപിടിക്കുക. S ഈക്വൽ ടു 12.798 എന്ന് കിട്ടും. ഓക്കെ, സോ 12.798 ആണ് നമ്മുടെ വെൽഡിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സെൻട്രിക് ലോഡിൻ്റെ കേസ് കഴിഞ്ഞു. എക്സെൻട്രിക് ലോഡിൻ്റെ കേസിൽ രണ്ടാമത്തെ ഒരു ഇക്വേഷൻ ഉണ്ട്. അത് ഇത്തിരി ലെങ്തി ഒരു ഡെറിവേഷൻ പോലെ നമുക്ക് ആവശ്യമില്ല. നമുക്ക് അതിൻ്റെ ഡയറക്റ്റ് ഇക്വേഷൻ മാത്രം കിട്ടിയാൽ മതി. സോ അത് ജസ്റ്റ് ഒന്ന് തിയറി വരെ ഇങ്ങനെ ഒരു പ്ലേറ്റ് പുറത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു സെക്കൻഡ് പ്ലേറ്റ് വെച്ചിട്ട് നമ്മൾ വെൽഡ് ചെയ്യുന്നു. ഓക്കെ, ആ വെൽഡിങ് ആണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്ന ഈ രണ്ട് വെൽഡേഴ്സ്. ഓക്കെ, ആ കേസിൽ നമ്മുടെ ഈ ഒരു സെൻട്രൽ ലൈൻ, ഈ ഒരു ലൈനിൽ നിന്നും ലൈനിലേക്ക് ആക്ട് ചെയ്യുന്ന സ്ട്രെസ്സാണ് ടോ 1 എന്ന് പറയുന്നത്. ടോ 1 ആ ലൈനിൽ ആക്ട് ചെയ്യുന്ന സ്ട്രെസ്സാണ്. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ ഈ കേസിൽ തന്നെ ഓക്കെ, അതേപോലെ തീറ്റ ആംഗിൾ ഇവിടെ നമ്മുടെ ഈ സെൻട്രൽ ലൈനിൽ നിന്നും തീറ്റ ആംഗിൾ മാറിയിട്ട് ആക്ട് ചെയ്യുന്നതാണ് ടോ 2 എന്ന് പറയുന്നത്. ഓക്കെ, രണ്ട് സ്ട്രെസ്സസ് വരുന്നുണ്ട്. പ്രൈമറി ഷിയർ സ്ട്രെസ്സും സെക്കൻഡറി ഷിയർ സ്ട്രെസ്സും. പ്രൈമറി ഷിയർ സ്ട്രെസ്സിനെ ടോ 1 എന്നും സെക്കൻഡറി ഷിയർ സ്ട്രെസ്സിനെ നമ്മൾ ടോ 2 എന്നും പറയും. അതിൻ്റെ അകത്ത് പ്രൈമറി ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് ആക്ട് ചെയ്യുന്നത് ഈ ഒരു സെൻട്രൽ ലൈനിൽ ഈ ഒരു ആക്സിസ് എന്താ പറയുക ഡയറക്ഷനിലായിരിക്കും. അത് ടോ 1 എന്ന് പറയും. സെക്കൻഡറി ആക്ട് ചെയ്യുന്നത് ടോ 2 ഈ ഡയറക്ഷനിലായിരിക്കും. ഈ ആംഗിൾ തീറ്റ ആയിരിക്കും.
ഓക്കെ. അപ്പം ഈ കേസിൽ നിങ്ങൾ ഓർക്കേണ്ടത് ഈ ഒരു ഡിസ്റ്റൻസ് ഇവിടെ നമ്മൾ സെൻട്രോയിഡ് എന്ന് പറയുന്ന ഒരു പോയിൻ്റ് ഉണ്ട്. ഈ പോയിൻ്റ്, ആ പോയിന്റിൽ നിന്നും ഇവിടേക്കുള്ള നമ്മുടെ ഈ പ്ലേറ്റിൻ്റെ എൻഡിലേക്കുള്ള ഡിസ്റ്റൻസിനെ R1 എന്ന് ഡിനോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അതേപോലെ തന്നെ R2 എന്ന് പറഞ്ഞാൽ ഈ സെൻട്രൽ പോയിന്റിൽ നിന്നും നമ്മുടെ ഈ ഒരു പോയിന്റിലേക്ക്, സെൻട്രൽ പോയിന്റിൽ നിന്നും ഈ ഒരു പോയിന്റിലേക്ക്, ഞാൻ ഒന്നും കൂടെ ഫിഗർ ക്ലിയർ അല്ല, അതുകൊണ്ടാണ് R1 എന്ന് പറയുന്നത് ഇതാണ്, R2 എന്ന് പറയുന്നത് ഇത്രയും ഡിസ്റ്റൻസ് ആണ്. ഈ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ R2 എന്ന് ഡിനോട്ട് ചെയ്യുന്നത്, R1ഉം R2. സോ R1/R2 ആയിരിക്കും കോസ് തീറ്റ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അത് പഠിച്ചു വെക്കണം. ഇത് ജസ്റ്റ് ആ തിയറി ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. R1 എങ്ങോട്ടാണ്, R2 എങ്ങോട്ടാണ്, τ1 എങ്ങോട്ടാണ്, τ2 എങ്ങോട്ടാണ്, തീറ്റ എന്താണെന്ന് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ τ1 ഈസ് ഈക്വൽ ടു P/ഏരിയ അല്ലെങ്കിൽ P/1.414 SL ആയിരിക്കും. τ2 സെക്കൻഡറി സ്ട്രെസ് എന്ന് പറയുന്നത് P ഇൻറ്റു R2/J എന്നായിരിക്കും. ഓക്കെ. PE ഇൻറ്റു R2/J ആയിരിക്കും എന്ത്, നമ്മുടെ സെക്കൻഡറി ഷിയർ സ്ട്രെസ്. τ2 ഈസ് ഈക്വൽ ടു ആക്ച്വലി T ഇൻറ്റു R2 ആണ്. τ2 എന്ന് പറഞ്ഞാൽ അവിടുത്തെ ട്വിസ്റ്റിങ് T ഇൻറ്റു ദിസ് ഡിസ്റ്റൻസ് R2 ആയിരിക്കും. R2 ഇൻറ്റു T ആയിരിക്കും എന്ത്, τ2 എന്ന് പറയുന്നത്. R2 ഇൻറ്റു T എന്ന് പറഞ്ഞാൽ എന്താണ്, P ഇൻറ്റു E ആണ്. ദിസ് P ഇൻറ്റു ദിസ് E. സോ PE ഇൻറ്റു R2. അപ്പോൾ ഇത് മൂന്നും കൂടെ ആണ് എന്ത്, P ഇൻറ്റു E ഇൻറ്റു R2 ആണ് ആക്ച്വലി എന്ത്, τ2 എന്ന് പറയുന്നത് ഡിവൈഡഡ് ബൈ J ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഈ രണ്ട് ഇക്വേഷൻസും മാറിപ്പോകാതെ ഓർത്ത് വെക്കുക. ഒന്നാമത് τ1 ഈസ് ഈക്വൽ ടു P/1.414 SL, τ2 ഈസ് ഈക്വൽ ടു PE R2/J. കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ R1/R2. സോ റിസൾട്ടൻറ്റ് സ്ട്രെസ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് τ1 സ്ക്വയർ പ്ലസ് τ1 സ്ക്വയർ പ്ലസ് τ2 സ്ക്വയർ പ്ലസ് 2τ1 τ2 കോസ് തീറ്റ. റൂട്ട് ഓഫ് τ1 സ്ക്വയർ പ്ലസ് τ2 സ്ക്വയർ പ്ലസ് 2τ1 τ2 കോസ് തീറ്റ. അപ്പോൾ നമുക്കൊരു പ്രോബ്ലം കൂടെ ചെയ്ത് നോക്കാം. എ 50 meter diameter shaft is welded to a plate if the size of weld is 15 mm. ഓക്കെ. പ്ലേറ്റിൻ്റെ ഷാഫ്റ്റിൻ്റെ ഡയമീറ്റർ 50 meter തന്നിട്ടുണ്ട്, സൈസ് ഓഫ് വെൽഡ് തന്നിട്ടുണ്ട് S15 mm എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫൈൻഡ് ദ മാക്സിമം നോർമൽ ആൻഡ് ഷിയർ സ്ട്രെസ് ഇൻ ദ വെൽഡ്. മാക്സിമം നോർമലും ഷിയർ സ്ട്രെസ്സും കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഫിഗറിൽ വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ അവർ എന്ത് ചെയ്യുക കാണിച്ചിട്ടുണ്ട്. ഫിഗറിൽ വന്നിട്ടുള്ളത് 10 kN ആണ് P എന്ന് കാണിച്ചിട്ടുണ്ട്. അതേപോലെ ഡിസ്റ്റൻസ്, ആ P ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് 2000 mm ആണെന്നും കാണിച്ചിട്ടുണ്ട്. 2000 അല്ല 200 mm. സോ E ഈസ് ഈക്വൽ ടു 200 mm ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് എന്ത് കണ്ടുപിടിക്കാൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ മാക്സിമം നോർമലും ഷിയർ സ്ട്രെസ്സും. നമ്മൾ നോർമൽ ഇക്വേഷൻസ് വെച്ചിട്ട് തന്നെ രണ്ടെണ്ണം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ആക്ച്വലി നമുക്കപ്പോൾ ഫസ്റ്റ് എന്ത് കണ്ടുപിടിക്കണം, ടോ കണ്ടുപിടിക്കണം, ദെൻ സിഗ്മ ബി കണ്ടുപിടിക്കണം. അതിനുശേഷം അത് രണ്ടും ഇക്വേഷൻ്റെ അകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് മാക്സിമം നോർമൽ സ്ട്രെസ്സും മാക്സിമം ഷിയർ സ്ട്രെസ്സും കണ്ടുപിടിക്കാം. സോ ടോ ഈസ് ഈക്വൽ ടു P/A. ഇക്വേഷൻ ഫസ്റ്റ് എഴുതി, ടോ ഈസ് ഈക്വൽ ടു P/A. P ഈസ് ഈക്വൽ ടു എന്താണ്, P ഈസ് ഈക്വൽ ടു 10 ആണ്. 10 × 10⁻3. ടോ ഈസ് ഈക്വൽ ടു P/Aക്കകത്ത് 10 × 10⁻3 ഡിവൈഡഡ് ബൈ ഏരിയ. സർക്കുലർ അല്ലേ, 0.707 S ഇൻറ്റു L തന്നെ കൊടുക്കുക. 0.707 S ഇൻറ്റു L ചെയ്തു. അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടി, ഇതിൻ്റെ അകത്തുനിന്ന് 6 MPa നമ്മളെ ഒരു ആൻസറിലേക്ക് നമുക്ക് കിട്ടി. ഓക്കെ. 6 MPa ആണ് നമ്മുടെ ടോ കിട്ടിയത്. ടോ കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് സിഗ്മ ബി, സർക്കുലർ ഷാഫ്റ്റിൻ്റെ കേസാണ്. ഇന്നലെ നമ്മൾ ചെയ്ത പ്രോബ്ലമാണ്. ഇന്നലെ നമ്മൾ ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നതും ഇതിൻ്റെ കേസ് എല്ലാം പറഞ്ഞതാണ്. 5.6 M by ഡാറ്റ ബുക്കിലെ പേജും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ഡിറൈവ് ചെയ്ത കേസ് തന്നെയാണ്. സിഗ്മ ബി ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, 5.66 M by πd² S എന്നായിരിക്കും വരുന്നത്. സോ സിഗ്മ ബി കിട്ടി. സിഗ്മ ബിക്കകത്ത് ഓരോ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. 5.66 M എന്ന് പറഞ്ഞാൽ P ഇൻറ്റു E. P എന്ന് പറയുന്നത് 10 ആണ്, E എന്ന് പറയുന്നത് 200 ആണ്. സോ PE ഡിവൈഡഡ് ബൈ πd² SA. പൈ ഇൻറ്റു ഡി നമുക്കറിയാം 50 ആണ്, d² ഇൻറ്റു S 15 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 96.08 കിട്ടും. അപ്പോൾ ടോയും കിട്ടി, സിഗ്മ ബിയും കിട്ടി. ടോയും സിഗ്മ ബിയും കിട്ടി കഴിഞ്ഞാൽ ഫസ്റ്റ് എന്ത് ചെയ്യുക, ടോ കണ്ടുപിടിക്കുക, ടോ മാക്സ് കണ്ടുപിടിക്കുക. ഓക്കെ. ടോ മാക്സ് ഈസ് ഈക്വൽ ടു ഹാഫ് റൂട്ട് ഓഫ് സിഗ്മ B² പ്ലസ് 4τ². സിഗ്മ ബി നമുക്ക് കിട്ടി 96 കിട്ടി, ടോയുടെ വാല്യൂ 6ഉം കിട്ടി. ഹാഫ് റൂട്ട് ഓഫ് 96² പ്ലസ് 4 ഇൻറ്റു 6² ചെയ്യുമ്പോൾ 48.41 കിട്ടും. അതാണ് ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ടോയുടെ വാല്യൂ അല്ലെങ്കിൽ ടോ മാക്സിൻ്റെ വാല്യൂ കിട്ടി. ഇനി സിഗ്മ മാക്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും എന്തായിരിക്കും, 48.41 ആയിരിക്കും, പ്ലസ്
96.08/2, അപ്പോഴും സംതിങ് 48.4 തന്നെ കിട്ടും. സോ ടോട്ടൽ 96.4 തന്നെ ആൻസർ കിട്ടും. അപ്പോൾ ടോമാക്സും കിട്ടി, സിഗ്മാമാക്സും കിട്ടി. സോ ഇച്ചിരി ടഫ് പ്രോബ്ലംസ് ആണ്, എന്നാലും ആ മെത്തേഡ് മനസ്സിലാക്കുക, സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സോ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് പഠിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ വീഡിയോ നിർത്തുകയാണ്. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ ബാക്കി കണ്ടിന്യൂഷൻ ചെയ്യാം.